ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എമ്മി ഉറങ്ങി എണീറ്റ് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ്. ഇന്നാണ് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമുക്കിന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന ഡേ ആട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇതാ 4 പൊതിച്ചോറായിട്ട് നമ്മൾ ഏറ്റത്. അങ്ങനെ അതാ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കോഴി കറി വെക്കാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ കോഴിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസൊക്കെ ഇതാക്കാം കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളിയും ചതുക്കുക, അതേപോലെ തന്നെ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുക. അപ്പോൾ കോഴിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് ആദ്യം തന്നെ റെഡിയായി. നമ്മൾ അടുപ്പിലാട്ടോ വെക്കൽ. അങ്ങനെ അടുപ്പ് നല്ല കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അരിഞ്ഞൊക്കെ മുളക്, തക്കാളി, ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ ചെല്ലാം ക്ലീനാക്കി വെച്ചിട്ട് അടുപ്പിൽ ഒന്നായിട്ട് മസാലയൊക്കെ ഇട്ട് കറി വെക്കാനുള്ളതായിട്ട് അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല കഴുകി ചട്ടി വെച്ചിട്ടുണ്ട്. അതാ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം കുറച്ച് കടുകൊക്കെ ഇട്ട് കേട്ടോ. അപ്പം പുതിയ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളിയും ചതുക്കിയത് ഇടുന്നുണ്ട് കേട്ടോ. നമ്മളധികം അടുപ്പിൽ തന്നെയാണ് ചോറും കറിയൊക്കെ വെക്കൽ കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാർ മൊത്തം എന്താ പറയുക, ഗ്യാസിൻ്റെ മുകളിലാണ് എല്ലാ പരിപാടിയില്ല. അങ്ങനെ അതാ ഉള്ളി എല്ലാം വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ അടുപ്പിലൊക്കെ ആകുമ്പോൾ വേഗം ചൂടാവല്ലോ. പെട്ടെന്ന് പണി കഴിച്ചിട്ട് 10:30 ആകുമ്പോഴത്തേനൊക്കെ ചോറിനുള്ള ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ അതാ നേരം കൊണ്ട് നമ്മൾ ഉപ്പേരിക്കുള്ള പയറരിയാണ് കേട്ടോ. അപ്പം ഉള്ളി ഒന്ന് താളിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് താളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തക്കാളി, പച്ചമുളക്, ചപ്പും പൊതിനൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാട്ടോ. അപ്പോൾ ഈ പെട്ടെന്ന് പണി ചെയ്യുമ്പോൾ ഗ്യാസിനെക്കാട്ടി എളുപ്പം നമുക്ക് എന്താ പറയുക അടുപ്പില്ലാതെ തോന്നിട്ട്. കാരണം പക്ഷെ അടുപ്പിൽ നല്ല വിറക് വേണം കേട്ടോ. ഇത് പുകയില്ലാത്ത അടുപ്പാണ്. പക്ഷെ അടുപ്പൊക്കെ പണിയായിട്ടുണ്ട്. ഞങ്ങൾ കത്തിച്ച് അതിൻ്റെ ആ ഇരുമ്പിൻ്റെ ഒക്കെ കത്തി ശരിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ള ചേരുവകളൊക്കെ ചേർക്കട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല, പിന്നെ കുറച്ച് എന്താ പറയുക പെരുംജീരകപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇതാക്കിയിട്ട് അപ്പത്തിന് ഇളക്കാത്തതുകൊണ്ട് നല്ല പുക വരുന്നുണ്ട് അടുപ്പിൽ നിന്ന്. പുകയില്ലാത്ത അടുപ്പ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ വയറ്റി ഇവർ ചിക്കൻ ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടോ. അങ്ങനെ അത് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മളിതാ നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ടോ. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു. അപ്പോൾ വീണ്ടും തുറന്നിട്ട് ഒന്നും പാടി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഞാൻ മമ്പയർ പുതിർത്താൻ വെച്ചിരുന്നുണ്ട്. മമ്പയർ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ളിയും നമ്മൾ ചെറിയ ഉള്ളി അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കോഴിയിലേക്കുള്ളതാട്ടോ തൂമിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ പപ്പടം നമ്മൾ കൊടുക്കാൻ വെച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ പയറുപ്പേരിയും മമ്പയറിൻ്റെ തോരനും അതേപോലെ തന്നെ പപ്പടം, കോഴിമുട്ട പൊരിച്ചത്, ചിക്കൻ കറി കേട്ടോ. അങ്ങനെ ഇതാ പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ എണ്ണയൊക്കെ എടുത്ത് അതിലേക്ക് ഇതാ ഉപ്പേരി ആക്കിയിട്ടുണ്ട്. അതൊക്കെ നേരത്തെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പണിയൊക്കെ. കാരണം ഒരു 8 മണിക്ക് എണീച്ചിട്ട് പിന്നെ 10:30 ആകുമ്പോഴത്തേനൊക്കെ എല്ലാ പണിയും. അപ്പോൾ രാവിലെ തന്നെ അമ്മ 10:30 മണിക്ക് അമ്മ എടുത്തിട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് ബിരിയാണി പൊടി ഇട്ടെടുത്താൽ വേറൊരു ടേസ്റ്റിന് വരും കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. പിന്നെ ഇതാ കോഴിക്കറിയിലേക്ക് തൂമിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല. നമ്മുടെ നാട്ടിലൊരു തൂമിച്ച് വാരാന്നായിട്ട് പറയൽ. പിന്നെ ഇതാ കോഴിമുട്ടൊക്കെ നമ്മൾ അടിച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ടയിൽ ഉള്ളിയും അതേപോലെ പച്ചമുളകൊന്നും ഇടുന്നില്ല. കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ എമി പത്രമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കി അവർ ചോറിന് വന്നിട്ടുണ്ട്. ചോറ് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.